ഫിലോ ഞാൻ എന്തായി കാണുന്നത് ഫിലോ? സാരിയൊക്കെ ഉടുത്ത് താഴെ ഒന്നും പോയിട്ടില്ല. താഴെ നോക്കുന്നതിന് കുഴപ്പമുണ്ടോ? അത് സാരി ആദ്യമായിട്ടാണ് ഉടുക്കുന്നേ? ഒരുപാട് ആഗ്രഹിച്ച് ഈ റൗണ്ട് വരുമ്പോ എനിക്ക് സാരി ഉടുത്താ മതി എന്ന് പറഞ്ഞിട്ടാണോ അതോ അവര് നിർബന്ധിച്ചോ? നിർബന്ധാണ്. ശരി, അപ്പൊ എന്തായാലും അത് കൊള്ളാം. ആദ്യമായിട്ട് സാരി ഉടുത്ത് ഇങ്ങനെ കുറെ പേര് ഇത് പണി പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത്യാവശ്യം ആളുകളൊക്കെ ഇത് ഉടുപ്പിച്ച് നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താഴെ ഹെയർ ചെയ്യുന്ന പ്രസന്ന ചേച്ചി ഹെൽപ്പ് ചെയ്തു ഉടുക്കാനായിട്ട്. ശരി, അപ്പൊ എന്റെ മോൾ ഇത്രയും ആശയോടെ ആദ്യമായിട്ട് സാരി ഉടുത്ത് വന്നത് ഏത് പാട്ട് പാടാനാ? ഈ പാട്ടിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമുക്ക് ഒരു കാര്യം പറയണം. കാരണം കേക്കാം. നമുക്കറിയുന്നതാണ് അമ്മ. അമ്മ എന്ന് പറയുമ്പോൾ എത്ര പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അധികം ആവില്ല. കാരണം അത്രയും 2 വേർഡാണെങ്കിൽ പോലും അതിൽ ഒരുപാട് അർത്ഥങ്ങളുള്ളൊരു പേരാണ് അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് അമ്മമാരുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും. അവരത്ര സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മക്കളെ അവർ ചിരിച്ചും സന്തോഷിപ്പിച്ചും അതേപോലെ തന്നെ അമ്പിളിമാമനെ കാണിച്ചു തരാം അങ്ങനെയൊക്കെ പറഞ്ഞ് ചോറ് വാരിക്കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാട് ഒരുപാട് അമ്മമാരുണ്ട്. അങ്ങനെ ഇവിടെയുണ്ട് അങ്ങനെ ഒരുപാട് അമ്മമാർ. അപ്പോൾ അവരുടെ ഉള്ളിലൊരു വേദന ഉണ്ടാവും. അവരുടെ സ്വപ്നങ്ങളൊക്കെ മോഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഇല്ലാണ്ടാകുമ്പോഴും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അമ്മമാരുടെ ഒരു വിരഹത്തിനെ പറ്റിയാണ് ഞാനിന്ന് പാടുന്നത്. ഇത് മ്യൂസിക് ചെയ്തിട്ടുള്ളത് നൗഷാദ് ചാവക്കാട് പറഞ്ഞിട്ടുള്ള സാറാണ്. ലിറിക്സ് സൈനുദ്ദീൻ ഇരട്ടപ്പുഴ പറഞ്ഞ സാറ്. പിന്നെ പാടിയിട്ടുള്ളത് സരിത റഹ്മാൻ എന്ന ഗായികയാണ്. ഇപ്പോൾ പാടാൻ പോകുന്നത് ഐഷ ഫിൽവ എന്ന ഫിലു ആണ്. അപ്പൊ അങ്ങനെ ഒരുപാട് അമ്മമാരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഉള്ളിലെ വേദനകളും നൊമ്പരങ്ങളും വിരഹവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഫിലു പാടാൻ പോകുന്ന പാട്ടാണ്. നന്നായിട്ട് പാടു ഫിലു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഭൂമിയിലുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന അമ്മ മനസ്സിന് വേണ്ടിയാണ് ഫിലു ഈ പാട്ട് പാടിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഫിലുവിന്റെ പെർഫോമൻസിന് ശേഷമുള്ള കമന്റ്സ് ഞാൻ ചോദിച്ചറിയുന്നതും നമ്മുടെ കൂട്ടത്തിലെ ഒരു അമ്മയോട് തന്നെയാണ്. ഷബ്നം, ഫിലു എന്തോ അടിപൊളിയായിട്ട് പാടി, താങ്ക് യു മാം. മനസ്സ് നിറഞ്ഞു കേട്ടോ. കാര്യം അതിൽ പാട്ടിലിങ്ങനെ നമ്മൾ ഒരു താരാട്ട് പാട്ടിലിങ്ങനെ ലയിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു മോളെ. നല്ല ഫീലായിരുന്നു മോളും. അത് ടുവേർഡ്സ് ദി എൻഡൊക്കെ ആയപ്പോഴത്തേക്ക് യു ആർ ഓൾസോ ലൈക്ക് ആ ഒരു ഫീലിലേക്ക് പോയിട്ട് അങ്ങനെ ഒരു ലയിച്ച് പാടുമായിരുന്നു. നമുക്കത് ശരിക്കും കിട്ടി കേട്ടോ. നല്ലൊരു പാട്ടാണ്. നല്ല അത്യാവശ്യം ചെറിയ ചെറിയ എന്താണ് ആ ഒരു വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട് ചരണത്തിലും ഹമ്മിങ് വൈസായി രാരിരോ എന്ന് പാടുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിലും ആ വേരിയേഷൻസ് ഒക്കെ മോള് വളരെ മനോഹരമായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. നല്ലൊരു ചെറിയ വളരെ മനോഹരമായ ഒരു പാട്ട്. താങ്ക് യു ഷബ്നം. അൻവർക്ക, ഫിലുമോളെ, എന്തോ ഇത് വിരഹഗാനം എന്ന് പറയുന്നതിന് പകരം ഒരു സുന്ദരമായ താരാട്ട് പാട്ട് എന്ന് പറയാം അല്ലേ? ഒരു സുന്ദരമായ ശോകാനം എന്ന് പറയാൻ പറ്റില്ല. ഒരു എന്താ പറയുക, ഒരു താരാട്ട് പാട്ട് പാടി ഉറക്കുന്ന ഫീലിലുള്ള സുന്ദരമായ പാട്ട്. അവസാനത്തെ രാരീരോ ഒക്കെ ആയപ്പോഴേക്കും ഞാൻ ചെറിയതായിട്ട് മയങ്ങിപ്പോയോ എന്ന് എനിക്കൊരു സംശയം വന്നു. സത്യം ഞാനത് പറയുമായിരുന്നു. ഞാൻ ചോദിച്ചു, ഷബു ചെറിയ ഇത് വന്നായിരുന്നു അവസാനം. എനിക്ക് എന്തോ പോലെ തോന്നിയത്, സുഖിപ്പിക്കുന്നതല്ല, ചില സമയത്ത് ചില ട്യൂണുകൾ അങ്ങനെ ഒരു ചില ചെറുങ്ങനെ ഭയങ്കര നല്ല പറഞ്ഞത് അതിലേക്ക് നമ്മൾ അറിയാണ്ട് എത്തിപ്പെട്ടു എന്നൊരു സംശയം. കാരണം ആ ട്യൂണിൻ്റെ ഒരു ഗുണമാണ്. വെരി എൻഡിൽ ആണ് കേട്ടോ. വെരി എൻഡിൽ ആരീരോ എന്ന ഭാഗം എത്തുമ്പോഴേക്കും സംഭവിച്ച ഒരു കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അത്രയും വളരെ മനോഹരമായിട്ട് പാടി എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് സൈനുദ്ദീൻ ഇരട്ടപ്പുഴ ലിറിക്സ് നൗഷാദ് ചാവക്കാട്. ഇതിൽ പാടിയ സരിത റഹ്മാൻ. ഞാൻ 2001 അവരോട്ട് ബന്ധപ്പെട്ട് ഒരു കഥ പറയാനുണ്ട്. 2001 ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയപ്പോൾ എന്നോടൊപ്പം വന്ന ഫീമെയിൽ സിംഗറായിരുന്നു ഈ സരിത റഹ്മാൻ. 22-23 വർഷമാവുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ കണ്ടതാണ്. ചാവക്കാട് റഹ്മാനിക്കയുടെ മകളാണ്. റഹ്മാനിക്കയുടെ കുറേയധികം നല്ല പാട്ടുകളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളാണ് സരിത റഹ്മാൻ. അപ്പോൾ ആ സരിതയുടെ ഒരു പാട്ട് ഇവിടെ കൊണ്ടുവന്നതിൽ വലിയ സന്തോഷമുണ്ട്. മൊത്തത്തിൽ ഒരു സുന്ദരമായ ഒരു താരാട്ട് പാട്ട്, അടിപൊളി പാട്ട്, ഉറക്ക് പാട്ട്, നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്.